അതുപോലെ തന്നെ നമുക്കറിയാം ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരനും സംഘവും സ്ട്രോങ് റൂം ഉൾപ്പെടെ പരിശോധിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതിനിടയിൽ പോറ്റിയെ കൂടി സന്നിധാനത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ടല്ലോ, അതെന്തിനാണ്? ഈ പോറ്റി കൊണ്ടുപോയിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പരിശോധന നാളെയാണ് നടക്കുന്നത്. സന്നിധാനത്താണ് നിലവിൽ ഉള്ളത്. അതിന്റെ പരിശോധന നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അദ്ദേഹമാണ് ഇവിടുന്ന് കൊണ്ടുപോവുകയും മറ്റു നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പോറ്റി നാളെ നേരിട്ട് ഹാജരാകില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. പോറ്റിയുടെ അഭിഭാഷകനായിരിക്കും നാളെ അവിടെ ഹാജരാകുക. പോറ്റിയോട് മാത്രമല്ല, ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകരോടും പ്രതിനിധികളോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകർ അവിടെ ഉണ്ടാകും എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും എല്ലാ തരത്തിലുമുള്ള ഒരു അന്വേഷണം അത് കാര്യമായ രീതിയിൽ തന്നെ നടക്കുകയാണ്. ഒന്ന്, പ്രത്യേക അന്വേഷണ സംഘം ഒരു വശത്ത് നടത്തുന്നു. അതോടൊപ്പം തന്നെയാണ് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. ഹൈക്കോടതിയുടെ കർശനമായ നിലപാട് അത്തരത്തിലുള്ള നിലപാട് അത് തന്നെയാണ് ഇത്തരത്തിലുള്ള തുടർ നടപടികളിലേക്കും വേഗത്തിലുള്ള നടപടികളിലേക്കും കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ 10 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോറ്റിയാണ് ഒന്നാം പ്രതി. എന്തൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ഒന്നുകൂടി പറയാമോ? പ്രധാനമായും 3 വകുപ്പുകളാണ് ഉള്ളത്. മോഷണം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ഈ എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത്. ഇനി അധിക വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നതനുസരിച്ച് 3 വകുപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഹൈക്കോടതിയുടെ ഇന്നലെ ഓർഡറും അതോടൊപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് ഈ വകുപ്പുകളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ പ്രതികളാകുന്ന കേസുകളാണിത്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുണ്ട്. അതോ ആ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വകുപ്പുകൾ കൂടി ചേർക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അത് എഫ്ഐആറിന്റെ മറ്റു പൂർണ്ണമായ പകർപ്പുകൾ നമുക്ക് ലഭിച്ചാൽ മാത്രമാണ് അക്കാര്യത്തിൽ ഒരു കൃത്യത ഉണ്ടാവുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോകാനുള്ള ഒരു അവകാശം കൂടി ഉണ്ടാവും. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരമാവധി വേഗത്തിൽ കൂടുതൽ വിവരങ്ങൾ തേടുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ അന്വേഷണ സംഘം ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഒന്നാം പ്രതി. വിവരങ്ങളാണ് സിജോ ബി ജോൺ നൽകിയത്.